കണ്ണൂർ മാതമംഗലത്ത് ഉത്സവത്തിനിടെ മാല മോഷണം. മാതമംഗലം പുലിയൂർ കാളി ക്ഷേത്രത്തിലാണ് ഇന്നലെ 3 മണിയോടെ മോഷണം നടന്നത്. കർണാടക സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, ഈ ഉത്സവത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വലിയ ഉത്സവങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ അനൗൺസ്മെന്റ് ഒക്കെ ഉൾപ്പെടെ ഉണ്ടാകും. ഇവിടെ തന്നെയാണെങ്കിൽ എത്ര വിദഗ്ധമായിട്ടാണല്ലേ ആ നിൽക്കുന്ന സ്ഥലത്ത് അധികം ആൾക്കാരും ഇല്ല, എന്നാലൊട്ട് മോഷ്ടിക്കുകയും ചെയ്തു, ആൾക്കാരെ പിടിക്കുകയും ചെയ്തു. എന്താണ് ഉണ്ടായത്? പൂജ 5 പവന്റെ മാലയാണ് എന്ന് ഓർക്കണം. 5.5 പവൻ സ്വർണത്തിനുള്ള പൈസ എത്രയായി, അതിന്റെ മൂല്യം എത്രയായി എന്ന് നോക്കുക. 1 ലക്ഷത്തിലധികം വിലയുള്ള സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. വളരെ ആസൂത്രിതമായി അവരുടെ കഴുത്തിലെ മാല ആദ്യം തന്നെ കണ്ടെത്തി ഈ സംഘം അതിൽ ടാർഗറ്റ് ചെയ്ത് അത് അവരുടെ പിറകിലൂടെ പോയി ഒരാൾ അത് പൊട്ടിക്കുന്നു, മറ്റേയാൾ അത് ശേഖരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രീതിയിൽ സംഘടിതമായൊരു ശ്രമം ഇത്തരം സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നടന്നു. പക്ഷേ 2 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ സംഘത്തിൽ 4 പേരുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കർണാടക കോലാർ സ്വദേശി അനിതയും അതോടൊപ്പം വീരാജ്പേട്ട സ്വദേശി ഗീതയും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പക്ഷേ സ്വർണം പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ കേസ് പൂർണ്ണമാകൂ. ഏതായാലും ഇന്നലെ 3 മണിക്ക് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. രോഹിണി എന്ന മാതമംഗലം സ്വദേശിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. അവരുടേതാണ് മാല. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. അവർ ആ മാല പോയപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അമ്പരപ്പ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടക്കുന്നതും അത് തിരയുന്നതുമുള്ള കാഴ്ചയടക്കം കാണാം. അപ്പോൾ 5 പവൻ മാല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഷമം എത്രമാത്രമായിരിക്കും എന്ന് നമുക്കതിൽ നിന്ന് അതുകൂടി മനസ്സിലാക്കാം. അതും സത്യമാണ്. ഇപ്പോൾ ഈ മാല മോഷണം അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. പക്ഷെ ആ തൊണ്ടി മുതൽ തിരികെ കിട്ടിയിട്ടില്ല. മോഷ്ടിച്ച് 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഉത്സവത്തിനൊക്കെ ആണെങ്കിൽ നല്ല ആൾക്കാർ വരുന്നതായിരിക്കും, തിരക്കൊക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പരമാവധി ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ സമയങ്ങളിൽ ഇത് തന്നെ 5.5 പവന്റെ മാലയാണ്, വേണ്ടിയിരുന്നില്ല, ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു ശ്രദ്ധ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകണം.